വെൽക്കം ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് പ്ലാനിംഗ് എന്ന 4-ാമത്തെ അധ്യായമാണ്. പ്ലാനിംഗ് എന്ന അധ്യായത്തിൽ നിന്നും ഒരു ചോദ്യം ഇതാ. എന്താണ്? വി സെൽ ഗുഡ്സ് ഓൺലി ഓൺ ക്യാഷ് ബേസിസ്. വിച്ച് ടൈപ്പ് ഓഫ് പ്ലാൻ ഈസ് മെൻഷൻഡ് ഹിയർ? എന്താണ്? വി സെൽ ഗുഡ്സ് ഓൺലി ഓൺ ക്യാഷ് ബേസിസ്. ഏതു തരം പ്ലാൻ ആണ് ഇത്? ഉത്തരം ലഭിച്ചെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. നമ്മൾ കഴിഞ്ഞ 7 വീഡിയോകളിലായി പ്ലാനിംഗ് എന്ന അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്തേണ്ട സമയമാണ്. 1 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. അപ്പോൾ ക്ലാസ് അടുത്ത ഭാഗത്തേക്ക് ആരംഭിക്കുന്നതായിരിക്കും. പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മീനിങ് ഓഫ് പ്ലാനിങ്, ഡെഫിനിഷൻ ഓഫ് പ്ലാനിങ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ് പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്, പിന്നെ ടൈപ്സ് ഓഫ് പ്ലാൻസ്. ഇത്രയും ഭാഗമാണ് പ്രധാനമായിട്ടും പ്ലാനിംഗ് എന്ന അധ്യായത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു. ഉത്തരം എഴുതിയില്ലേ? വി സെൽ ഗുഡ്സ് ഓൺലി ഓൺ ക്യാഷ് ബേസിസ്. വിച്ച് ടൈപ്പ് ഓഫ് പ്ലാൻ ഈസ് മെൻഷൻഡ് ഹിയർ? കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5-ാമത്തെ അധ്യായം ഓർഗനൈസിംഗ് എന്ന ഭാഗമാണ്. ഓർഗനൈസിംഗ്, ചാപ്റ്റർ 5, ഓർഗനൈസിംഗ്. ശ്രദ്ധിക്കുക. ഓർഗനൈസിംഗ് ഈസ് ദി മാനേജീരിയൽ ഫങ്ഷൻ പെർഫോംഡ് ആഫ്റ്റർ പ്ലാനിംഗ്. പ്ലാനിങ്ങിന് ശേഷം നിർവഹിക്കുന്ന ഒരു മാനേജ്മെന്റ് പ്രവർത്തനമാണ് ഓർഗനൈസിംഗ് അഥവാ സംഘാടനം. ഓർഗനൈസിങ്ങിന് അതുകൊണ്ട് തന്നെ നല്ല പ്രാധാന്യം സ്ഥാപനങ്ങളിൽ ഉണ്ട് എന്ന് പറയാവുന്നതാണ്. ശ്രദ്ധിക്കുക. എന്താണ് ഓർഗനൈസിംഗ്? വാട്ട് ഈസ് ഓർഗനൈസിംഗ്? Organizing is the process of identifying and grouping different activities in the organization and bringing together physical, financial and human resources and establishing authority, responsibility relationship for the purpose of achieving the organizational goal. സാധാരണയായി സംഘടനാപരമായ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അധികാര ഉത്തരവാദിത്ത ബന്ധം സൃഷ്ടിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ഭൗതികപരമായ, ധനപരമായ, മാനവശേഷി സംബന്ധമായ വിഭവങ്ങളൊക്കെ ഒന്നായിട്ട് കൊണ്ടുവരികയും എന്നിട്ട് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുകയും ഗ്രൂപ്പ് ചെയ്യുകയും സമാന സ്വഭാവത്തെ ആധാരമാക്കി അത്തരം പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ആണ് ഓർഗനൈസിംഗ്. ഓർഗനൈസിംഗിൽ എന്തൊക്കെ ചെയ്യുന്നു? ഈസ് ദി പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഇവിടെയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും അതിനെ സമാന സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യുന്നത് ഓർഗനൈസിംഗിലാണ്. ബ്രിങ്ങിങ് ടുഗദർ ഫിസിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഹിയർ. ഇവിടെയാണ് സ്ഥാപനത്തിൻ്റെ ഭൗതികപരമായ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മെറ്റീരിയൽസ്, ടൂൾസ്, പ്ലാന്റ്, എക്സെട്ര. ഇതൊക്കെയാണ് ഫിസിക്കൽ റിസോഴ്സസ്, ഭൗതികപരമായ
വിഭവങ്ങൾ. ഫിനാൻഷ്യൽ റിസോഴ്സസ്, ക്യാപിറ്റൽ ആണ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ വിഭവം. സ്ഥാപനത്തിലെ ജീവനക്കാർ ഒക്കെ സ്ഥാപനത്തിൻ്റെ മാനവശേഷിയാണ്, മനുഷ്യ വിഭവമാണ്. ഈ ഓർഗനൈസിംഗ് അഥവാ സംഘാടനം എന്ന മാനേജീരിയൽ പ്രവർത്തനത്തിലാണ് ഇത്തരം വിഭവങ്ങളെ ഒന്നായിട്ട് കൊണ്ടുവരുന്നത്. മാത്രമല്ല, ഈ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഇടയിൽ എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഫോർ ദി പർപ്പസ് ഓഫ് അച്ചീവിങ് ദി ഓർഗനൈസേഷണൽ ഗോൾ. പ്രഖ്യാപിതമായ ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അധികാര ഉത്തരവാദിത്ത ബന്ധം സ്ഥാപനത്തിൻ്റെ മാനവശേഷിക്കിടയിൽ സംജാതമാക്കുന്നതും സംഘാടനമാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോഴേ ഓർഗനൈസിങ്ങിൻ്റെ മീനിങ് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിൻ്റെ നിർവചനം എന്താണെന്ന് പരിശോധിക്കാം. ഓർഗനൈസിംഗ് ഡെഫിനിഷൻ. Theo Heyman defined organizing as: organizing is the process of defining and grouping the activities of the enterprise and establishing authority relationships among them. Organizing എന്ന് പറഞ്ഞാൽ എന്താണ്? Organizing is the process of defining and grouping the activities of the enterprise. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിർവചിക്കുകയും അവ സമാന സ്വഭാവത്തെ അടിസ്ഥാനമാക്കി ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യുന്നത് ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാണ്. മാത്രമല്ല, എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റിലേഷൻഷിപ്പ് എമംഗ് ദം, സ്ഥാപനത്തിലെ ജീവനക്കാർക്കിടയിൽ അധികാര ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നതും ഓർഗനൈസിംഗ് പ്രക്രിയയുടെ ഭാഗമാണ്. ഇങ്ങനെയാണ് തിയോ ഹൈമാൻ ഓർഗനൈസിങ്ങിനെ നിർവചിച്ചത്. ഓർഗനൈസിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിഫൈനിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി എന്റർപ്രൈസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റിലേഷൻഷിപ്പ് എമംഗ് ദം. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിർവചിക്കുകയും സമാന സ്വഭാവത്തെ അടിസ്ഥാനമാക്കി അവ ഗ്രൂപ്പ് ചെയ്യുകയും മാത്രമല്ല, സ്ഥാപനത്തിലെ ജീവനക്കാർക്കിടയിൽ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ആണ് സംഘാടനം അഥവാ ഓർഗനൈസിംഗ്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻ ദി പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ്. സംഘാടന പ്രക്രിയയിലെ നടപടികൾ. സംഘാടന പ്രക്രിയയിൽ ചില നടപടികളുണ്ട്. ഓർഗനൈസിംഗ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്. Important steps are: first, division of work. തൊഴിൽ വിഭജനമാണ് ഒന്നാമത്തെ നടപടി, ഒന്നാമത്തെ സ്റ്റെപ്പ്. The first step in the process of organizing involves identifying and dividing the work that has to be done. നിർവഹിക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളെ തിരിച്ചറിയുകയും അത് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഓർഗനൈസിങ്ങിലെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഡിവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഓരോ ജീവനക്കാർക്ക് നിർവഹിക്കണം. ഒരു ടോട്ടൽ വർക്കിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ഇൻറ്റു ഡിഫറൻറ്റ് പാർട്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈച്ച് പാർട്ട് ഈസ് അസൈൻഡ് ടു ഈച്ച് എംപ്ലോയി. ഇങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് വിശേഷവൽക്കരണത്തിലേക്ക് നയിക്കപ്പെടും എന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഡിവിഷൻ ഓഫ് വർക്കാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ തത്വം. ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ് ടു സ്പെഷ്യലൈസേഷൻ. അവിടെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? ഡിവിഷൻ ഓഫ് വർക്ക് എന്തിലേക്ക് നയിക്കപ്പെടും? വിശേഷവൽക്കരണത്തിലേക്ക് നയിക്കപ്പെടും. തൊഴിൽ വിഭജനം വിശേഷവൽക്കരണത്തിലേക്ക് നയിക്കപ്പെടും. എന്താണ് ഈ വിശേഷവൽക്കരണം എന്ന് പറഞ്ഞാൽ? ഒരു ജീവനക്കാരൻ
തുടർച്ചയായി അതേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ, അയാൾ നിർവഹിക്കുന്ന ജോലി അത് തന്നെ ഓരോ ദിവസവും തുടരുന്നു, അയാൾക്ക് ആ ജോലി നിർവഹിക്കാനുള്ള പ്രാവീണ്യം കൂടുന്നതും സമയക്കുറവിൽ വളരെ കാര്യക്ഷമമായി ആ ജോലി നിർവഹിക്കാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യും. ഇതിനെയാണ് വിശേഷവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോഴേ ഓർഗനൈസിങ്ങിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഡിവിഷൻ ഓഫ് വർക്ക്. സെക്കൻഡ്ലി ഡിപ്പാർട്ട്മെൻറ്റേഷൻ, വിഭാഗീകരണം അഥവാ ഡിപ്പാർട്ട്മെൻറ്റേഷനാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഗ്രൂപ്പ് ദി സിമിലർ ആക്ടിവിറ്റീസ് ഇൻ ടു ലാർജ് യൂണിറ്റ്സ്. ഒരേപോലെ വരുന്ന സമാന സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ ഒരു ലാർജ് യൂണിറ്റാക്കി മാറ്റുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദി ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഈസ് നോൺ ആസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ. ഇങ്ങനെ തരംതിരിക്കുന്ന പ്രക്രിയക്കാണ് വിഭാഗീകരണം അഥവാ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സാധാരണയായി സമാന സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ ലാർജ് യൂണിറ്റായി തരംതിരിക്കുന്നു. ഇങ്ങനെ തരംതിരിക്കുന്നതിനെയാണ് വിഭാഗീകരണം അഥവാ ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസിംഗ് പ്രക്രിയയിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് വിഭാഗീകരണം. ഒന്നാമത്തത് ഡിവിഷൻ ഓഫ് വർക്ക്, രണ്ടാമത്തത് വിഭാഗീകരണം. ഇനി തേർഡ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അലോക്കേറ്റ് ദി വർക്ക് ടു വേരിയസ് എംപ്ലോയീസ് അക്കോർഡിംഗ് ടു ദിയർ എബിലിറ്റി ആൻഡ് സ്കിൽ. ഓരോരോ ജീവനക്കാർക്കും അവരുടെ കഴിവ്, പ്രാവീണ്യം, അഭിരുചി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജോലി വിഭജിച്ച് നൽകുക എന്നതാണ് ഓർഗനൈസിംഗ് പ്രക്രിയയിലെ മൂന്നാമത്തെ സ്റ്റെപ്പ്. റൈറ്റ് മെൻ ഈസ് പ്ലേസ്ഡ് അറ്റ് ദി റൈറ്റ് ജോബ്. ഈ റൈറ്റ് മെൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ശരിയായ വ്യക്തി. ശരിയായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, എബിലിറ്റി, സ്കിൽ ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയെയാണ് റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അയാൾ റൈറ്റ് പൊസിഷനിൽ നിയമിക്കും സംഘാടനത്തിൽ. അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യുവാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ജോലി അസൈൻ ചെയ്യുക, അലോക്കേറ്റ് ചെയ്ത് നൽകുക എന്നതാണ് ഓർഗനൈസിംഗ് പ്രക്രിയയിലെ മൂന്നാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തേത് എന്താണ്? ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തേത് സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഡിപ്പാർട്ട്മെൻറ്റേഷൻ. തേർഡ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. നെക്സ്റ്റ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. അധികാര ഉത്തരവാദിത്ത ബന്ധം സ്ഥാപിക്കലാണ് നാലാമത്തെ സ്റ്റെപ്പ്. ദി ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് ഈസ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എമംഗ് സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്സ്. മേധാവികളും കീഴ്ജീവനക്കാരുടെയും ഇടയിൽ അധികാര ഉത്തരവാദിത്ത ബന്ധം സൃഷ്ടിക്കുക അഥവാ സ്ഥാപിക്കുക എന്നതാണ് ഓർഗനൈസിംഗ് പ്രക്രിയയിലെ നാലാമത്തെ സ്റ്റെപ്പ്. ഈ 4 സ്റ്റെപ്പുകളാണ് ഓർഗനൈസിംഗ് പ്രക്രിയയിൽ പ്രധാനമായിട്ടും ഉള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ്, സംഘാടനത്തിൻ്റെ പ്രാധാന്യം. ഫസ്റ്റ്, സ്പെഷ്യലൈസേഷൻ. ഓർഗനൈസിംഗ് എൻകറേജസ് ഡിവിഷൻ ഓഫ് വർക്ക്. നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓർഗനൈസിംഗ് എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു? തൊഴിൽ വിഭജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഡിവിഷൻ ഓഫ് വർക്ക് ലീഡ് ടു സ്പെഷ്യലൈസേഷൻ.
Specialization ensures increased efficiency and productivity. Organizing അഥവാ സംഘാടനം തൊഴിൽ വിഭജനത്തെ പ്രോത്സാഹിപ്പിക്കുകയും തൊഴിൽ വിഭജനം വിശേഷവൽക്കരണത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരമൊരു സ്ഥിതിവിശേഷം സംഘടനയിൽ സംജാതമായാൽ അത് സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത, ഉൽപാദനക്ഷമത എന്നിവയെ വർദ്ധിപ്പിക്കുന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. ഓർഗനൈസിംഗ് ഇൻക്രീസസ് എഫിഷ്യൻസി, ഓർഗനൈസിംഗ് ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. ഇതൊക്കെ സാധിക്കുന്നത് സ്പെഷ്യലൈസേഷൻ വഴിയാണ്. ഡിവിഷൻ ഓഫ് വർക്കാണ് സ്പെഷ്യലൈസേഷന് ഇടവരുത്തുന്നത്. ഇതാണ് ഒന്നാമത്തെ പ്രാധാന്യം. നെക്സ്റ്റ്, സെക്കൻഡ്, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. തൊഴിൽ ബന്ധത്തിൽ വ്യക്തത ഉണ്ടായിരിക്കും. ഇൻ ഗുഡ് ഓർഗനൈസിംഗ് there is a clear-cut definition of superior subordinate relationship. മേധാവി കീഴ്ജീവനക്കാരൻ തമ്മിലുള്ള ബന്ധത്തിൽ നല്ല ഒരു സംഘാടനമാണെങ്കിൽ ആ ബന്ധത്തെ വളരെ വ്യക്തമായി നിർവചിക്കപ്പെടുന്നതാണ്. This clarifies communication and specifies as to who should report and to whom. ഇങ്ങനെ അധികാര ഉത്തരവാദിത്ത ബന്ധം വളരെ ക്ലിയറായിട്ട് നിർവചിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേഷനെ ക്ലാരിഫൈ ചെയ്യുന്നു. ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് ആശയക്കുഴപ്പം ഉണ്ടാകുന്നില്ല. ആരാണ് മേധാവി, ഏത് ജീവനക്കാരനാണ് ഇന്ന മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, അതവിടെ വ്യക്തമാക്കപ്പെട്ടതായിരിക്കും. അവിടെ ഒരു കൺഫ്യൂഷനും ഉണ്ടാകുന്നില്ല. അത് ഓർഗനൈസിങ്ങിൻ്റെ ഒരു നേട്ടമാണ്. എന്താണ്? സ്പെസിഫൈസ്, ഓർഗനൈസിംഗ് സ്പെസിഫൈസ് as to who should report and to whom. There is no confusion at all. That is an importance. Next, ശ്രദ്ധിക്കുക, third importance, optimum utilization of resources. വിഭവങ്ങളുടെ പരമാവധി പ്രയോജനം. A sound organization ensures the most effective use of physical and human resources. നല്ല സംഘടനയിൽ ഭൗതികപരമായ മാനവശേഷി സംബന്ധമായ വിഭവങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഫിസിക്കൽ റിസോഴ്സസ് എന്തൊക്കെയാണ്? മെറ്റീരിയൽസ്, മെഷീൻ, ടൂൾസ്, അതേപോലെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ക്യാപിറ്റൽ, ഹ്യൂമൻ റിസോഴ്സസ്, എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വളരെ കാര്യക്ഷമമായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കണമെങ്കിൽ അവിടെ ഒരു സൗണ്ട് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. ഒരു നല്ല സംഘാടനത്തിൽ മാത്രമേ ലഭ്യമായ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതായത് വിഭവങ്ങളിൽ വേസ്റ്റേജ് തീരെ ഇല്ലാതെ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കണമെങ്കിൽ ഓർഗനൈസിംഗ് കൂടിയേ മതിയാകും. നല്ല ഒരു ഓർഗനൈസിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ശക്തമായ ഒരു ഓർഗനൈസിംഗ് സ്ട്രക്ചറിൽ മാത്രമേ ഇത്തരം ലഭ്യമായ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി കഴിയൂ. നെക്സ്റ്റ്, ഫോർത്ത്, എഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേഷൻ.
കാര്യക്ഷമമായ ഭരണനിർവഹണം സാധ്യമാകും. ബൈ എസ്റ്റാബ്ലിഷിംഗ് സ്ട്രക്ചറൽ relationships among the various positions in the enterprise. Organizing facilitates efficient administration. സംഘടനയിൽ വളരെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ബന്ധത്തെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ക്രമപ്രകാരമായിട്ടുള്ള ബന്ധം ജീവനക്കാർക്കിടയിൽ എന്ന് പറഞ്ഞാൽ മേധാവികൾ, കീഴ്ജീവനക്കാർ, ഇവയാണ് വേരിയസ് പൊസിഷൻസ്. അവർക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അഥവാ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഭരണനിർവഹണം വളരെ കാര്യക്ഷമമായിട്ട് നടക്കും. അതായത് ആരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജോലി ആര് നിർവഹിക്കുന്നു, അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്, ആ വ്യക്തി ഏത് മേധാവിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ വ്യക്തമായിരിക്കുമെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴത്തന്നെ ഭരണനിർവഹണം കൂടുതൽ ഫലവത്തായി മാറുന്നു അഥവാ കാര്യക്ഷമമായി മാറുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം. കാര്യക്ഷമതയുള്ള ഭരണനിർവഹണം ഓർഗനൈസിംഗ് വഴി സൃഷ്ടിക്കുവാൻ വേണ്ടി കഴിയും എന്നതാണ് ഓർഗനൈസിംഗിൻ്റെ പ്രാധാന്യം. നെക്സ്റ്റ്, ഫിഫ്ത്ത്, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. എ സൗണ്ട് ഓർഗനൈസേഷൻ increases employee satisfaction, ensures better relations between the managers and the workers, and thereby reduces employee turnover. സാധാരണയായിട്ട് ഏറ്റവും നല്ല ഒരു സംഘടനാ സമ്പ്രദായത്തിൽ ജീവനക്കാരുടെ പരമോന്നതമായ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അവിടെ മാനേജർമാരും അതേപോലെ തന്നെ തൊഴിലാളികളുമുള്ള നല്ലൊരു ബന്ധത്തെ സൃഷ്ടിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ കൊഴിഞ്ഞു പോകുന്നത് തടയുവാനും കഴിയും. അഥവാ തൊഴിലാളികൾ മറ്റു സ്ഥാപനത്തിലേക്ക് പോകുന്ന പ്രവണതയെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും അതിനെ കുറക്കുവാനും സാധിക്കും. എംപ്ലോയി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർ ആ സ്ഥാപനത്തിൽ നിന്ന് സാഹചര്യം കിട്ടുമ്പോൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറിപ്പോകും. ഇതിനെയാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന് പറയുന്നത്. ഈ പ്രവണതയെ റിഡ്യൂസ് ചെയ്യുവാൻ സാറ്റിസ്ഫാക്ഷൻ സംജാതമാക്കുന്നത് വഴി തൊഴിലാളികൾക്കിടയിൽ നടക്കുന്നു. അതാണ് സൗണ്ട് ഓർഗനൈസേഷൻ ഇൻക്രീസസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒന്നും നമുക്ക് വളരെ നന്നായിട്ട് നിർവഹിക്കാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് വിഷയം വളരെ തൃപ്തിയോടുകൂടി പഠിച്ചു നോക്കൂ. ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും. കാരണം എന്താണ്? ഏറ്റവും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രവർത്തനം ഏറ്റവും കാര്യക്ഷമമായി നിർവഹിക്കാൻ വേണ്ടി കഴിയുക. എവിടെയും അങ്ങനെ തന്നെയാണ്. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൃപ്തി ലഭിച്ചെങ്കിൽ അവർ ഏറ്റവും കാര്യക്ഷമമായി ജോലി ചെയ്യുന്നതും മാനേജർമാരും അതേപോലെ തന്നെ തൊഴിലാളികളും അവർക്കിടയിൽ ഏറ്റവും നല്ല ആരോഗ്യകരമായ ഒരു ബന്ധം സൃഷ്ടിക്കുവാനും തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്ക് കുറക്കുവാനും സാധിക്കും എന്നത് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇതാണ് അഞ്ചാമത്തത്. ഇനി ആറാമത്തത് എന്താണെന്ന് പരിശോധിക്കാം.
motivation. Sixth importance of organizing. Organizing motivates the employees to perform their jobs efficiently. Organizing ജീവനക്കാരെ അവരുടെ ജോലി വളരെ കാര്യക്ഷമമായി നിർവഹിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നു. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു. അവർക്ക് അവരുടെ കഴിവ്, താല്പര്യം, അഭിരുചി ഇവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജോലി ലഭിക്കുന്നത്. അത്തരം ജോലി അവർ വളരെ കാര്യക്ഷമമായി നിർവഹിക്കും. അഥവാ ആ ജോലി നിർവഹിക്കാനുള്ള മോട്ടിവേഷൻ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. ഈ റൈറ്റ് മെൻ ഈസ് പ്ലേസ്ഡ് അറ്റ് ദി റൈറ്റ് ജോബ്. അത് നിർവഹിച്ചാൽ തന്നെ അതെന്തിലേക്ക് നയിക്കപ്പെടും? മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന ഇമ്പോർട്ടൻസിലേക്ക് നയിക്കപ്പെടും. ഈ എംപ്ലോയീസിന് ട്രെയിനിങ് നൽകുക വഴി, ഏറ്റവും നല്ല തൊഴിലാളികളെ തിരഞ്ഞെടുക്കുക വഴി, അവർക്ക് ട്രെയിനിങ് നൽകുക വഴി, അവർക്ക് പ്രൊമോഷൻ സാധ്യത ഉറപ്പുവരുത്തുക വഴി, ഈ തൊഴിലാളികളും മാനേജർമാരും തമ്മിൽ നല്ലൊരു ബന്ധം സൃഷ്ടിക്കുന്നത് വഴി അവർക്ക് ജോലി ചെയ്യാനുള്ള പ്രചോദനം സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ പ്രചോദിതമായിട്ടുള്ള ജീവനക്കാർ സ്ഥാപനത്തിൻ്റെ ഉൽപാദനക്ഷമതയെ വർദ്ധിപ്പിക്കും, സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കും, അതോടൊപ്പം തന്നെ സ്ഥാപനത്തിൻ്റെ ലാഭക്ഷമതയും വർദ്ധിക്കും. സ്ഥാപനത്തിന് വളരെ നല്ല ഒരു ഭാവിയായിരിക്കും മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ഉണ്ടാകുമ്പോൾ സംജാതമാവുക. ഇത്രയുമാണ് ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും അടുത്ത് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി.